സ്പോർട്സ് കോംപ്ലക്സ് തെങ്കാശി. പക്ഷെ കറക്റ്റായിട്ട് വീട്ടിൽ വന്നിട്ട് കറക്റ്റാണ് വീട് അറിയാം. വെച്ചിട്ടുണ്ട്. Turn left onto Thattankulam Road. Continue for 800 meters. In 500 meters, turn right. നമ്മൾ സുന്ദരപാണ്ഡ്യപുരത്തി. ഇവിടെ കുറെ കഴുതക്കൂട്ടത്തിനെ കണ്ടു. ഇവിടെ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയി കഴിഞ്ഞാൽ സൺഫ്ലവർ ഫാമിലേക്ക് പോകാമെന്നാണ് പറയുന്നത്. Continue for 1.5 kilometers. സാമ്പാർ പടൈപുരം എന്നുള്ളൊരു സ്ഥലമുണ്ടെന്നാണ് പറയുന്നത്. റോഡ് വളരെ നേരോ ആണ്. അതാണ് ഒരു സീൻ. കുറെ സൺഫ്ലവർ ഫാം ഉണ്ടെന്ന് പറയുന്നു. നോക്കാം. എന്തായാലും കുറെ വിൻഡ് മിൽ ഫാം ഉണ്ട്. ഒരാളവിടെ വെള്ളത്തിൽ മീൻ പിടിക്കുന്നുണ്ട്. മീൻ പിടിക്കുന്നതിനാണ് കുളിക്കുന്നതാണ്. ഒരുപാട് പേരുണ്ട് മീൻ പിടിക്കുന്ന വെള്ളത്തിൽ.
300 meters, turn right. നമ്മളിപ്പോൾ സുന്ദരപാണ്ഡ്യപുരത്ത് സൺഫ്ലവർ ഫാമിൽ പോവുകയാണ്. പക്ഷെ ശരിക്കുള്ള സ്ഥലം Take the next right. സാമ്പാർ വടിപുരം എന്നാണ് പറഞ്ഞത് ഒരാള്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കാം, ഇതുവരെയായിട്ടും നമ്മൾ എത്തിയിട്ടില്ല. Continue for 1 kilometer. ഇവിടെ കുറച്ച് മേരി ഗോൾഡ് എന്നുള്ള ഫ്ലവറിൻ്റെ കുറച്ച് ഫാമൊക്കെ ഉണ്ട്. ചെറിയൊരെണ്ണം. In 400 meters, turn left onto Pavachatram, Surundai, Shenkotai, Sambavar Vadakarai Road. Take the next left onto Pavachatram, Surundai, Shenkotai, Sambavar Vadakarai Road. വേറെയും ഒരുപാട് കൃഷികളൊക്കെ ഉണ്ട്. വാഴ അതല്ലാതെ വേറെയും ഒരുപാട് കൃഷികളൊക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. Head northwest on Pavachatram, Surundai, Shenkotai, Sambavar Vadakarai Road. Continue on Pavachatram, Surundai, Shenkotai for 1.5 kilometers. അവിടെ പാവയ്ക്ക കൃഷിയൊക്കെ ഉണ്ട്. മെയിൻ ഫോൾസ് ഉണ്ട്, മോഡൊക്കെ ഉണ്ട് ഇവിടെ. In 300 meters, your destination will be on the right. Your destination is on the right. നമ്മുടെ സുന്ദരപാണ്ഡ്യപുരത്ത് വരുമ്പം ആക്ച്വലി സാമ്പാർ വടൈപുരം സൺഫ്ലവർ ഗാർഡൻ എന്ന് പറഞ്ഞാൽ വേണം ശരിക്കും അടിക്കാനായിട്ട്. അവിടെ വരുമ്പോഴാണ് നമുക്ക് ഈ സൺഫ്ലവർ പാടം കാണാൻ പറ്റുന്നത്. പക്ഷേ സംഭവം സൺഫ്ലവർ ഒന്നും ഇല്ല, അതിൻ്റെ സീസണെല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇതാണ് ശരിക്കും സ്ഥലം. അപ്പം ഗൂഗിൾ മാപ്പിൽ അടിച്ചപ്പം സാമ്പാർ വടൈപുരം
സൺഫ്ലവർ ഗാർഡൻ അടിക്കണം. പിന്നെ വേറെയും എനിക്ക് തോന്നുന്നു വേറെയും പാടങ്ങളൊക്കെ കാണുമായിരിക്കും, നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ മരത്തിൽ നോക്കി ഫുൾ കൊക്കുകളാണ്. റൈറ്റ് സൈഡിൽ കാണുന്ന സൺഫ്ലവർ ഫാം തന്നെയാണ്, പക്ഷേ പൂവൊന്നുമില്ല. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ സൺഫ്ലവർ ഫാം ആണെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്സിൽ പറയുന്നത്. പക്ഷേ ഒന്നും ഇപ്പം ഇല്ല, പൂക്കളൊന്നുമില്ല. സീസൺ കഴിഞ്ഞാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ വേറെ കുറേ പാടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ തെങ്കാശി നമ്മുടെ അന്യൻ പാറയൊക്കെ പോയി, എന്നിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇപ്പം നമ്മൾ ആര്യങ്കാവ് നമ്മുടെ ബോർഡർ കഴിഞ്ഞ് ഒരു ആര്യങ്കാവ് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. തെന്മലയ്ക്ക് അടുത്തെത്താറായി. തെന്മല ഡാമിൻ്റെ അവിടെ എത്തിയില്ല. ഇനി ഇത് കയറ്റം കയറി ഇനി മറ്റേ ആ പാലരുവിയും പിന്നെ റോസ്മലൊക്കെ പോകുന്ന സ്ഥലം അതെല്ലാം കഴിഞ്ഞ് കുറച്ചുകൂടെ പോയിട്ടാണ് പിന്നെ തെന്മല ഡാം എത്തുന്നത്. അപ്പോൾ ഇനി ഇവിടുന്ന് ട്രിവാൻഡ്രം ഒരു 2 മണിക്കൂറിന് കൂടുതൽ എടുക്കും. 2-2.25 മണിക്കൂറുണ്ട്. ഒരു 90 കിലോമീറ്റർ അടുപ്പിച്ചെന്തോ വരുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പം തെന്മല ഡാമിൻ്റെ അവിടെ എത്തി. തെന്മല ഡാം രാത്രി എങ്ങനെ ഉണ്ടാവും നോക്കാം. ഇപ്പം മണി 7:20. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് എൻ്റെ എൻട്രി പോയിന്റ് ഡാമിലേക്കുള്ള. എല്ലാം അടച്ച് കൂട്ടി ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫ്രണ്ടിൽ കാണുന്ന ബ്രിഡ്ജാണ്. ഷട്ടറിൻ്റെ അവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്, പക്ഷേ വെള്ളമൊന്നുമില്ല. ഇതൊരു മിന്നാമിനിങ്ങാണ്. ഇത് തെങ്കാശിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ആര്യങ്കാവ്, ചെങ്കോട്ട ആര്യങ്കാവ്, അതിനിടയ്ക്ക് മറ്റേ വഴിയിലൊക്കെ ഫ്രൂട്ട്സും ഇതൊക്കെ വിൽക്കാൻ ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ നിന്ന് വാങ്ങിയതാണ്. ഇത് 100 രൂപയുണ്ട്. 100 രൂപയ്ക്ക് നാട്ടു നെല്ലിക്ക, നാടൻ നെല്ലിക്കയാണ് ഇതൊക്കെ. ഇലയോടൊക്കെ ചേർന്ന് ഇരിപ്പുണ്ട് ചിലതൊക്കെ. പിന്നെ ഇതൊരു മാങ്ങയാണ്. ഇതും കിലോ 50 അങ്ങനെ എന്തോ ആയിരുന്നു, പച്ചമാങ്ങ. പിന്നെ ഇത് കിലോ 80. നമ്മുടെ ഇവിടെ സാധാരണ കാണുന്നതാണ്. കിലോ 80 റുപ്പീസ്. ഇവിടെ ഇപ്പം 100 രൂപ എന്തോ ആണ്. ഇപ്പം 10-20 രൂപ കുറവ് അത്രേ ഉള്ളൂ. ഇതുപോലെ 1-2 ഡാമേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ നെല്ലിക്ക കുഴപ്പമില്ല, എല്ലാം അടിപൊളിയായിട്ടാണ് തോന്നിയത്. ഇത് 1.5 കിലോയ്ക്ക് മുകളിലുണ്ട്, 100 രൂപ. പിന്നെ തണ്ണിമത്തിന് അവരവിടെ നാടൻ അവിടെയുള്ള ഫാമിൽ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞത്. ഇത് കിലോ 30 വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ തന്നെ ഉള്ള ഫാമിലാണെന്ന് പറഞ്ഞുകൊണ്ടൊന്ന് വാങ്ങിയതാണ്. നമ്മുടെ ഇവിടെയൊക്കെ ആക്ച്വലി ഒരു 25 ആയിരിക്കും.
പിന്നെ പപ്പായ വാങ്ങിയായിരുന്നു, ഇത് കിലോ 30. ഇത് കുറച്ച് കസ്റ്റേർഡ് ആപ്പിളാണ്, ഇത് കിലോ 50 രൂപ. എല്ലാം പല പരുവമുണ്ട്, പഴുത്തതുണ്ട്, കുറച്ച് പച്ചയായിട്ടുള്ളതുണ്ട്. നമ്മൾ നെക്സ്റ്റ് ഡേ തന്നെ എടുക്കാൻ പാകമായിട്ടുള്ളത് നോക്കി എടുത്തായിരുന്നു. നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു.